MC നാസർ എന്താണ് ഏറ്റവും അവസാനത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ സ്ഥിതി? അതൊരു അടുത്ത വെടിനിർത്തലിലേക്ക് സഞ്ചരിക്കുകയാണോ? ദിഷാദ്, വെടിനിർത്തണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് ഏറെക്കുറെ ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നിട്ട ദിവസങ്ങളിൽ തന്നെ മൊസാദ് മേധാവി യൂറോപ്യൻ നഗരത്തിൽ വെച്ച് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള നേതാവുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 ബന്ദികളെങ്കിലും ഉടൻ കൈമാറുക, അതിനുവേണ്ടി ഒരാഴ്ചക്കാലം തങ്ങൾ വെടിനിർത്താൻ ഒരുക്കമാണ് എന്ന അർത്ഥത്തിലാണ്. ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, 3 ബന്ദികളെ ഇസ്രായേൽ സേന തന്നെ വെടിവെച്ച് കൊന്നത് ഇസ്രായേലിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള എതിർപ്പ്. അതോടൊപ്പം തന്നെ ബന്ദികളെ ഇനിയും കൈമാറാതിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടരുത്, അവരുടെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്ന ബന്ധുക്കളുടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇത് രൂപപ്പെടുത്തിയതാണ് പ്രധാനമായിട്ടും ഒരു ചർച്ചയിലേക്ക് വരാൻ ഇസ്രായേൽ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ 2.5 മാസം പിന്നിടുന്ന ഇന്ന് പോലും നിരവധി സൈനികർ, അതും ഏറ്റവും ഉയർന്ന ഓഫീസർ റാങ്കിലുള്ള സൈനികർ കൊല്ലപ്പെടുന്നത് ഇത് ഇസ്രായേലിന്റെ കരയുദ്ധത്തിലുള്ള ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാൻ സാധിക്കുമെന്ന് കരുതിയ ഒരു യുദ്ധം എത്തി നിൽക്കുന്നത് വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള ആൾനാശത്തിലാണ്. പരിക്കേറ്റവർ പോലും വളരെ കൂടുതലാണ്. ഇന്നലെ സൈനികരെ പരിക്കേറ്റ ആശുപത്രിയിലുള്ള സൈനികരെ കാണാൻ നെതന്യാഹു എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ വിസമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് സൈന്യം പോലും എത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ വലിയ സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. അതേസമയം തങ്ങളുടെ കുരുതി ഒരു മാറ്റവുമില്ലാതെ തുടരുക തന്നെയാണ്. കാരണം എല്ലാ ഭാഗങ്ങളിലേക്കും, ആശുപത്രികളും സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആ കുരുതി വളരെ ശക്തമായിട്ട് തുടരുകയും നിത്യം ഏതാണ്ട് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങൾക്ക് ഒരു 200 ശരാശരി എന്ന പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സിവിലിയൻ സമൂഹത്തെ കൊന്നൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ ലക്ഷ്യം, അതായത് ഹമാസിന്റെ ഇത്ര നേതാക്കളെ വധിച്ചു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവന പോലും ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അനുബന്ധമായിട്ട് ഹൂത്തികളുടെ ഒരു ഭാഗത്തു നിന്ന് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. കാരണം അവിടെ ഒരു സംയുക്ത സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ഏതാണ്ട് 10 രാജ്യങ്ങൾ ആ സേനയുമായിട്ട് ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അല്പം മുമ്പ് ഹൂത്തി വിഭാഗത്തിൻ്റെ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മാത്രമാണ്. ഒരു കപ്പലിനെയും ഇസ്രായേലിലേക്ക് ഇനിയും അനുവദിക്കുകയില്ല. ആ കപ്പലിന് നേരെ അങ്ങനെ പോകുന്ന ഏതെങ്കിലും കപ്പലുണ്ടെങ്കിൽ അതിന് നേരെ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തും. ആ മിസൈലിനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ ആ രാജ്യം ഞങ്ങളുടെ ശത്രുപട്ടികയിൽ വരും. തീർച്ചയായിട്ടും അമേരിക്കയാണെങ്കിൽ അമേരിക്കക്കെതിരെ ഞങ്ങളുടെ യുദ്ധം ഉണ്ടാകും. അതുവേണ്ടി എല്ലാ സൈനിക സംവിധാനങ്ങളും സജ്ജമാണ്. അതിനുവേണ്ടി ഒരു രാജ്യം ഒന്നിച്ച് തന്നെ രംഗത്തിറങ്ങുമെന്നാണ് അല്പം മുമ്പ് ഹൂത്തി വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ മേഖലയിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഒരു സംഘർഷപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഈ 2.5 മാസം പിന്നിടുന്ന ഈ ഗസ യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം. നിഷാദ്.